ലൈറ്റിംഗ് കൺട്രോളിന് ഒരു അനുബന്ധം കൂടി ചേർക്കുവാണ്. നേരത്തെ പാർട്ടിൽ കുറച്ചുകൂടെ ചില കാര്യങ്ങളിൽ കുറച്ചുകൂടെ വിശദീകരണം വേണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് ഒരു പാർട്ട് കൂടെ അനുബന്ധമായിട്ട് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഡാലിയുടെ ആർക്കിടെക്ചറിനെ പറ്റി കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മൊത്തത്തിൽ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡാലിയുടെ സിംഗിൾ ലൈൻ, ഒരു ലൈനിൽ നമുക്ക് 64 ഡിവൈസസ്, ലൈറ്റിംഗ് ഡിവൈസസ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 63 കൺട്രോൾ ഡിവൈസസ് നമുക്ക് ആഡ് ചെയ്യാം. കാര്യം കൺട്രോളർ തന്നെ ഒരു ഡിവൈസ് ആയിട്ട് വരും. അപ്പോൾ കൺട്രോളർ കൂടാണ്ട് 61 ഡിവൈസ്, അതായത് ടോട്ടൽ 64 കൺട്രോൾ ഡിവൈസും 64 ലൈറ്റിംഗ് ഡിവൈസും ഒരു ലൈനിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഒരു ലൈനിന്റെ മാക്സിമം ലെങ്ത് 300 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഡാലിയിൽ സിഗ്നൽ ഇന്റർഫറൻസ് വളരെ കുറവാണ്. അതായത് നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഒരു കൺട്രോളും പവറും നമുക്ക് ഒരേ ലൈനിലൂടെ തന്നെ നമുക്ക് ലേ ചെയ്യാൻ പറ്റും. അതായത് ഡാലി യൂസ് ചെയ്യുന്നത് 16 വോൾട്ട് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പവർ ലൈൻ കൂടെ ലേ ചെയ്താൽ കൂടെ അതിനകത്ത് വലിയ സിഗ്നൽ ഇന്റർഫറൻസ് ഒന്നും വരത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് കൺട്രോളും പവറും നമുക്ക് സെയിം മൾട്ടികോർ കേബിൾ തന്നെ യൂസ് ചെയ്ത് കണക്ട് ചെയ്യാം എന്ന് പറയുന്നത്. അപ്പോൾ 1.5 mm² ടിൻ കേബിൾ നമുക്ക് കൺട്രോളിന് വേണ്ടി, കാര്യം ടിൻ കേബിൾ നമുക്ക് യൂസ് ചെയ്യാം, പൊളാരിറ്റി ഒന്നും ഇല്ല, എങ്ങനെ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം കൺട്രോൾ കേബിൾ. അതുപോലെ തന്നെ ലൈൻ ടെർമിനേഷൻ ആവശ്യമില്ല. ഏറ്റവും ലാസ്റ്റ് ഡിവൈസിൽ നമുക്ക് നിർത്താം. അതിനുശേഷം ടെർമിനേഷനോ അല്ലെങ്കിൽ തിരിച്ച് നമ്മുടെ കൺട്രോളിലേക്കുള്ള വയറിംഗ് ഒന്നും ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് മൾട്ടികോർ കേബിൾ യൂസ് ചെയ്യാം. പവറും കൺട്രോളും സെയിം മൾട്ടികോർ ലൈനിലൂടെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. 4 അല്ലെങ്കിൽ 5 മൾട്ടികോർ കേബിൾ നമുക്ക് യൂസ് ചെയ്യാം. 4 കോർ അല്ലെങ്കിൽ 5 കോർ മൾട്ടികോർ കേബിൾ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഡാലിയുടെ പവർ സപ്ലൈയിൽ നമുക്ക് മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റുന്ന 250 milliamps ആണ്. ഉദാഹരണം ഒരു ഡാലിയുടെ ബെലാസ്റ്റ് ഒക്കെ എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ 2 MA കറണ്ട് ആണ് എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് മാക്സിമം 250 MA കൂടുതലാകാത്ത രീതിയിൽ വേണം നമ്മൾ ഡിവൈസ് കണക്ട് ചെയ്യാനായിട്ട്. ഇനി അഥവാ നമ്മളുടെ കറണ്ട് റിക്വയർമെന്റ് അതിനേക്കാളും കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ പവർ സപ്ലൈസ് നമുക്ക് യൂസ് ചെയ്യാം. ഒരു പവർ സപ്ലൈ മാക്സിമം 250 milliamps ലോഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഓരോ ഡാലി ഡിവൈസും നമുക്ക് നേരത്തെ പറഞ്ഞ കണക്ക് 16 ഗ്രൂപ്പിൽ നമുക്ക് മെമ്പേഴ്സ് ആക്കാൻ പറ്റും. 16 ഗ്രൂപ്പിൽ നമുക്ക് മെമ്പറുകൾ ആക്കാനായിട്ട് ഓരോ ഡാലി ഡിവൈസും നമുക്ക് 16 ഗ്രൂപ്പിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 16 പ്രീസെറ്റ് സീൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ഡാലി ഡിവൈസിലും നമുക്ക് 16 പ്രീസെറ്റ് സീൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നുള്ള റിക്വയർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഇൻസുലേറ്റഡ് ഡിവൈസസ് ആണെങ്കിൽ എർത്ത് വെയർ കണക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഇതിലാണ് നമുക്കൊരു കുറച്ചും കൂടെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി വന്നത്. അപ്പൊ എന്താണ് ഈ സിംഗിൾ ഇൻസുലേറ്റഡ് ഡിവൈസ് എന്ന് പറയുന്നത്? ക്ലാസ് 1 ഡിവൈസസിനാണ് നമ്മൾ സാധാരണ സിംഗിൾ ഇൻസുലേറ്റഡ് ഡിവൈസ് എന്ന് പറയുന്നത്. അതായത് IEC ക്ലാസ് 1, ക്ലാസ് 2 അല്ലെങ്കിൽ ക്ലാസ് 3 പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട്, ഇൻസുലേഷൻ പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഇൻഡയറക്റ്റ് കോൺടാക്ട് അല്ലെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ കേസിംഗിലോ മറ്റോ പിടിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ഫോൾട്ട് കണ്ടീഷനിൽ നമുക്കൊരു ഷോക്ക് കിട്ടാതിരിക്കാനുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻസുലേഷൻ ക്ലാസിന്റെ കാര്യം പറയുന്നത്. അപ്പൊ ക്ലാസ് 1 ഇൻസുലേറ്റഡ് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതായത് നമ്മുടെ കേസിംഗിൽ നമ്മളൊരു പ്രൊട്ടക്റ്റീവ് എർത്ത് ഉണ്ട്. അതായത് ഇത് സിംഗിൾ ഇൻസുലേറ്റഡ് ആണ്, ഒരൊറ്റ ഇൻസുലേഷൻ മാത്രമേ ഉള്ളൂ. യൂഷ്വലി ഇതൊരു മെറ്റൽ കേസ് ആയിരിക്കും. ആ മെറ്റൽ കേസിൽ നമുക്ക് ഗ്രൗണ്ടിലേക്ക് എർത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എർത്ത് പിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഇതാണ് സിംഗിൾ ഇൻസുലേറ്റഡ് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ ഇൻസുലേറ്റഡ് ഡിവൈസസ് മസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു എർത്ത് വെയർ വെച്ചിട്ട് എർത്ത് ചെയ്തിരിക്കണം. അതേസമയം ക്ലാസ് 2 ഡിവൈസസ് എന്ന് പറയുന്നത് നമുക്ക് ക്ലാസ് 2 ഡിവൈസസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. നമുക്ക് ഡബിൾ ഇൻസുലേഷൻ ഉണ്ട്. അതായത് കേസിംഗിന്റെ മേളിലൂടെ നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ഇൻസുലേഷൻ കൂടി ഉണ്ടാവും. യൂഷ്വലി ഇത് പ്ലാസ്റ്റിക് ആയിരിക്കും വരുന്നത്. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അവിടെ പ്രത്യേകിച്ച് വേറെ എർത്ത് പിന്നൊന്നും ഉണ്ടാവത്തില്ല, അതായത് ഫങ്ഷണൽ എർത്ത് പിന്നൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് അവിടെ അതിന്റെ ആവശ്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ ഒരു അഡീഷണൽ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ കൂടി നമുക്ക് കേസിംഗിൽ കിട്ടുന്നുണ്ട്. അതാണ് ക്ലാസ് 2 ഡിവൈസ് എന്ന് പറയുന്നത്, ഡബിൾ ഇൻസുലേറ്റഡ് ഡിവൈസസ് എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ ക്ലാസ് 3 ഡിവൈസസ് ഉണ്ട്. ക്ലാസ് 3 ഡിവൈസസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഉദാഹരണം നമ്മുടെ ലാപ്ടോപ്പിന്റെ ചാർജർ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് 3 ഡിവൈസസ് ആണ് വരുന്നത്. അല്ലെങ്കിൽ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ക്ലാസ് 3 ഡിവൈസസ് ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു ഐസൊലേഷൻ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഐസൊലേഷൻ ട്രാൻസ്ഫോമറിന്റെ ഔട്ട് എന്ന് പറയുന്നത് 12 അല്ലെങ്കിൽ 24 വോൾട്ട് AC അല്ലെങ്കിൽ 50 വോൾട്ടിൽ കൂടാത്ത വിധത്തിലുള്ള ഔട്ട്പുട്ട് ആണ് വരുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ SLV അല്ലെങ്കിൽ സെപ്പറേറ്റഡ് എക്സ്ട്രാ ലോ വോൾട്ടേജ് എന്നാണ് പറയുന്നത്. ഇതൊരു ഷോക്ക് അല്ലെങ്കിൽ നമുക്കൊരു ഷോക്ക് എഫക്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു എഫക്റ്റ് ഉണ്ടാകുന്ന രീതിയിൽ അത്ര വലിയ ക്രിട്ടിക്കൽ അല്ലാത്ത ഒരു വോൾട്ടേജ് ആയതുകൊണ്ട്
നമുക്ക് പ്രത്യേകിച്ച് എർത്തിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇവിടെ വരുന്നത് SCLV ആണ്. മാത്രമല്ല നമ്മുടെ ഈ ട്രാൻസ്ഫോമറിന്റെ ഐസൊലേഷൻ, ഇതൊരു ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ആണ്. ഈ ട്രാൻസ്ഫോമറിന്റെ ഐസൊലേഷൻ നമുക്കൊരു ഇൻസുലേഷൻ ആയിട്ട് ആക്ട് ചെയ്യും, ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊന്നുകൂടെ ആ ലൈറ്റിംഗ് കൺട്രോളിലേക്ക് ഒന്ന് ആഡ് ചെയ്യണമെന്ന് തോന്നിയത്. അപ്പൊ അതാണ് ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഇടുന്നത്.